2016 കേരളം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഇതെല്ലാം മാതൃകാപരമായി തന്നെ വികസിച്ചൊരു നാടായിരുന്നു കേരളം. പക്ഷേ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ മേഖലയൊക്കെ തകർന്നു കിടക്കുന്നതായിരുന്നു 2016. പൊതുവിദ്യാഭ്യാസ മേഖലയാകെ തകർന്നു പോകുമെന്ന് എല്ലാവരും കണക്കാക്കി. ആയിരക്കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു. 5 ലക്ഷത്തോളം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞുപോയി. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വല്ലാത്ത ഉത്കണ്ഠയായിരുന്നു. കാരണം പാഠപുസ്തകം പോലും കിട്ടില്ല. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അധ്യാപകർ പാഠപുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കരുത്. ഇനി ഇതൊന്നും നന്നാവാൻ പോകുന്നില്ല എന്നൊരു ചിന്തയെ. അവിടെയാണ് മാറ്റം വന്നത്. ആ മാറ്റം കേവലമായ ഒരു മുന്നണി മാറ്റത്തിൻ്റെ ഭാഗമായി മാത്രം ഉണ്ടായതല്ല. നമ്മുടെ നാടിനോട് പ്രതിബദ്ധതയുള്ള ഒരു മുന്നണിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാനാവൂ. അതുകൊണ്ടാണ് 5000 കോടി രൂപ ചെലവിട്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗം ശക്തമായത്. ഇത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തെ 1-ാം സ്ഥാനത്തെത്തുകയാണ്. തുടർച്ചയായി ആ സ്ഥാനം നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കാദമിക് മികവ് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ LDF അല്ലാതെ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നവരാണ് മഹാഭൂരിഭാഗം പേർ. LDFന് മാത്രമേ ഇത് നിലനിർത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരാണ്. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് 2021 കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചത്. ആ തുടർഭരണം ഒരു തരത്തിലും ജനങ്ങളെ നിരാശരാക്കിയിട്ടില്ല. ശരിയായ രീതിയിൽ യാത്ര ചെയ്യേണ്ട വഴിക്ക് തന്നെ യാത്ര ചെയ്ത് മുന്നോട്ട് പോയി എന്നതാണ് ജനങ്ങളുടെ അനുഭവം. ഈ വിദ്യാഭ്യാസ രംഗം മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗം. ഉന്നത വിദ്യാഭ്യാസ രംഗം ആദ്യത്തെ 100-ൽ നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥാപനവും ഉണ്ടായിരുന്നില്ല രാജ്യത്ത്. എന്നാൽ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നിലവാരം വർദ്ധിപ്പിച്ചുകൂടാ എന്നൊരു ചർച്ച അന്നത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുമായി നടത്തി. അതിഭയങ്കര മാറ്റം സംഭവിച്ചു. 2021 തുടർഭരണം കിട്ടിയപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നേരത്തെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് ഒരു നല്ല രീതിയിൽ വളർന്നു വന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ തീരുമാനിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ വലിയ തോതിൽ ശാക്തീകരിക്കാൻ തീരുമാനിച്ചു. 6000 കോടിയിൽ പരം രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. ഇപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ദേശീയ തലത്തിൽ ആദ്യത്തെ നമ്പറുകൾ എടുത്താൽ അതിൽ 2-3 യൂണിവേഴ്സിറ്റികൾ പെട്ടുകഴിഞ്ഞിരിക്കുകയാണ്. 100 കോളേജ് എടുത്താൽ 18 കോളേജ് കേരളത്തിലുണ്ട്, ആദ്യത്തെ 100.